ഐക്യത എപ്പോഴും ആന്തരികമായിരിക്കും. ഐക്യത ഉണ്ടാക്കുവാനുള്ള പരിശ്രമങ്ങൾ തമ്മിൽ ചേരാത്തതിനെ ഏച്ച് കെട്ടിയതുപോലെ ഇരിക്കും. അത് ഗുണമല്ല, ദോഷം മാത്രമേ ചെയ്യൂ. ജീവസന്ദേശത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ മന്ദിരമായ സഭ ഭൂമിയിൽ വർദ്ധിക്കേണ്ടത് വെറും ഒരു മാനുഷിക കൂട്ടുകെട്ടായിട്ടല്ല, ആത്മാവിൻ്റെ ഐക്യതയിലാണ് എന്നുള്ള വിഷയമാണ് 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം ചിന്തിച്ചു തുടങ്ങിയത്. സ്നേഹത്തിലും സൗമ്യതയിലും ദീർഘക്ഷമയിലുമൊക്കെ പടുതുയർത്തുന്ന ഐക്യതയാണ് സഭയുടെ മുഖമുദ്ര. വ്യക്തിപരമായി ദൈവാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവസഭയുടെ ഭാഗമായി വളരുവാൻ കഴിയുകയുള്ളൂ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നാം കാണുവാൻ ആരംഭിച്ചത് സഭയുടെ ഈ ഭൂമിയിലെ നടപ്പിനെക്കുറിച്ചാണ്. നാം വായിക്കുകയുണ്ടായി, നിങ്ങളുടെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ പൗലോസ് എഫെസോസിലെ വിശ്വാസികളെ, അതെ സഭയിലെ ഓരോ വിശ്വാസിയെയും ഓർപ്പിക്കുന്നത്. തുടർന്ന് പൗലോസ് 7 ഐക്യതകളെക്കുറിച്ച് പറയുന്നത് നാം കാണുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വായിക്കട്ടെ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവൊന്ന്, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ശരീരമൊന്ന്, ഇത് സൂചിപ്പിക്കുന്നത് വർഗ, വർണ്ണ, ജാതി, ഭാഷ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം വന്ന പെന്തക്കോസ്ത് നാൾ മുതൽ ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് വരെയുള്ള സകല വിശ്വാസികളും ഉൾപ്പെടുന്ന ഒരു ശരീരമേ ഉള്ളൂ ക്രിസ്തുവിന് എന്നത്രേ. ഈ ഒരു ശരീരത്തെ അദൃശ്യ സഭ എന്നും വിളിക്കുന്നു. എന്നാൽ അങ്ങനെ പറയുന്നത് മൊത്തത്തിൽ ശരിയല്ല. എല്ലാ യഥാർത്ഥ ക്രിസ്തുവിശ്വാസികളും ദൃശ്യവും ആയിരിക്കണം. മനുഷ്യനിർമ്മിതങ്ങളായി എല്ലാ ഭിന്നതകളും വേർതിരിവുകളും കർത്താവിൻ്റെ മടങ്ങിവരവിൽ തീരും എന്ന് നമുക്കറിയാം. ആ സുദിനത്തിനായി ഓരോ വിശ്വാസിയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഐക്യതയുടെ 2-ാമത്തെ ഘടകം ആത്മാവൊന്ന് എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഓരോ വിശ്വാസിയെയും സഭയോട് ഏകീഭവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ക്രിസ്തു വിശ്വാസികളെ ഒന്നാക്കുന്നതത്രേ, ക്രിസ്തുവിൽ ഒന്നാക്കുന്നു. ഈ ഐക്യതയാണ് ഒരു ക്രിസ്തു വിശ്വാസി കാക്കണം എന്ന് പൗലോസ് പറഞ്ഞത്. 3-ാമത്തെ ഘടകം ഏക പ്രത്യാശയ്ക്കായുള്ള വിളി. ഇത് സകല വിശ്വാസികളുടെയും മുൻപിൽ വച്ചിരിക്കുന്ന ഒരു വലിയ ലക്ഷ്യമാകുന്നു. അവരെ ഈ ലോകത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകും. ഇതത്രേ ആ അനുഗ്രഹീത പ്രത്യാശ. 4-ാമത്തെ ഘടകം കർത്താവ് ഒരുവൻ. ഇത് യേശു കർത്താവിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. വിശ്വാസികളുടെ മേൽ അവനുള്ള കർത്തൃത്വം, ലോഡ്ഷിപ്പ്. സഭയിൽ ഐക്യത ഒരു യാഥാർത്ഥ്യമാക്കുന്നത് അതാണ്. 5-ാമത്തെ ഘടകം വിശ്വാസമൊന്ന്. അപ്പോസ്തലന്മാരുടെ ഉപദേശമെന്നറിയപ്പെടുന്ന സത്യമാകുന്നു ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് തള്ളിക്കളയുമ്പോൾ അവിടെ വിഭജനമുണ്ടാകും, ഐക്യത നഷ്ടപ്പെടും. വിശ്വാസികളെ ഒരുമിച്ച് നിർത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഈ കാര്യം ശരിയായ ഉപദേശമായിരിക്കുകയും വേണം. 6-ാമത്തെ ഘടകം സ്നാനമൊന്ന്. പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചാണ് ഇവിടുത്തെ സൂചന. അതാണല്ലോ യഥാർത്ഥ സ്നാനം. ആചാരപ്രകാരമുള്ള സ്നാനം വെള്ളത്താലാകുന്നു. വിശ്വാസികൾ ഒന്നാക്കപ്പെട്ട യഥാർത്ഥ ആത്മസ്നാനത്തിൻ്റെ പ്രതീകമാണ് ജലസ്നാനം. ഇനിയും 7-ാമത്തേതും ഒടുവിലത്തേതുമായ ഘടകം എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇത് സൂചിപ്പിക്കുന്നത് ദൈവം വിശ്വാസികളുടെ പിതാവാകുന്നു എന്നുള്ളതത്രേ.
ഒരേ ഒരു പിതാവ് മാത്രമുള്ളതിനാൽ അവൻ ഒരിക്കലും അവിശ്വാസികളുടെ പിതാവ് ആകുന്നില്ല. പുത്രത്വം ക്രിസ്തുവിലൂടെ മാത്രമേ വരൂ. വിശ്വാസികളുടെ ഇടയിലെ ഐക്യത വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ വ്യക്തമായ ഒരു അന്തരം കാണിക്കുന്നു. വീണ്ടും ജനനത്താൽ തൻ്റേതായി തീർന്ന സകലരുടെയും പിതാവാണ് ദൈവം. ഇവിടെ സഭയെക്കുറിച്ചാണ് പൗലോസ് സംസാരിക്കുന്നത്. അതെ, ക്രിസ്തുവിൻ്റെ ശരീരം. സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന അവനോട് ചേർന്നിരിക്കുന്ന സഭ. സഭ ഒരു പുതിയ മനുഷ്യനാണ്. ഇതൊരു മർമ്മമാകുന്നു. ഇത് ക്രിസ്തുവിലായതിനാൽ മുഴുവൻ സത്യമാണ്. ഈ സത്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച് ലോകത്തിലെ എല്ലാം മറന്ന് സ്വർഗത്തിലായിരിക്കുവാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തു വിശ്വാസിയുടെ ഈ നടപ്പിനെക്കുറിച്ചുള്ള ചർച്ചയിൽ പൗലോസ് ആദ്യം വ്യക്തികളോടാണ് സംസാരിക്കുന്നത്. ശ്രദ്ധിക്കണം, വ്യക്തികൾ വിനയത്തോടും സൗമ്യതയോടും നടക്കണം എന്നവൻ പറയുന്നു. പിന്നീട് അവൻ മൊത്തം സഭയോടായി സംസാരിക്കുന്നു. അതെ, ഒരു ശരീരവും ഒരു ആത്മാവുമായിരിക്കുന്ന സഭ. ഒടുവിലായി ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതിനായി ഈ ഭാഗം അവൻ കൊണ്ടുവരുന്നു. ദൈവം എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എന്ന് നമ്മൾ വായിച്ചു. ഇതിൻ്റെ അർത്ഥം ദൈവം സകലത്തിനും മീതെയാകുന്നു എന്നത്രേ. അവൻ്റെ സകല സൃഷ്ടിക്കും മുകളിലാണ് എന്ന് പറഞ്ഞാൽ അവൻ തൻ്റെ സൃഷ്ടിയെ ആശ്രയിച്ചല്ല എന്നത്രേ. ശ്വസിക്കുന്നതിനായി പ്രാണവായുവിനെ അവൻ ആശ്രയിക്കുന്നില്ല. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി വന്നെങ്കിലേ അവന് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുവാൻ ഒക്കൂ എന്ന് കരുതരുത്. അവൻ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ഉയർന്നിരിക്കുന്നു. അതുമാത്രമല്ല, അവൻ ശ്രേഷ്ഠനും കൂടിയാണ്. അവൻ എല്ലാവർക്കും മീതെയുള്ളവൻ എന്ന് മാത്രമല്ല, അവൻ എല്ലാവരിലും പ്രത്യേകിച്ച് നമ്മിലും ഉള്ളവനാണ്. അതിൻ്റെ അർത്ഥം താങ്കളും ഞാനും പാർക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ദൈവമുണ്ട്. തൻ്റെ പ്ലാനും ഉദ്ദേശവും പോലെ അവൻ ഇതിനെ ഉത്തേജിപ്പിക്കുന്നു, നയിക്കുന്നു. അതത്ര ജീവിതത്തിന് അർത്ഥം നൽകുന്നത്, അതത്ര ജീവിതം പ്രയോജനപ്രദമാക്കുന്നത്. ചിലപ്പോഴൊക്കെ ജീവിതം ബോറായി തോന്നാറില്ലേ? ഒരുപോലെ പോകുന്ന ഒരു വിരസത. എന്നാൽ ഞാൻ ദൈവോദ്ദേശത്തിലാകുന്നു പ്രവർത്തിക്കുന്നത് എന്ന ചിന്ത എത്ര വലിയ ഉത്തേജനം നൽകുന്നതാണെന്നറിയാമോ? ആകെ തകർന്ന ഒരു ചുറ്റുപാടിൽ അസ്വസ്ഥത നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ എങ്ങനെ സമാധാനമുണ്ടാകാനാണ്? ആര് സമാധാനം ഉണ്ടാക്കുവാനാണ് എന്ന ആശങ്കയിലാണോ സുഹൃത്തെ താങ്കൾ? എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഇത്രയും സമയം സഭയുടെ ഐക്യത്തെക്കുറിച്ച് പറയുകയായിരുന്നു. ഇനിയും ശുശ്രൂഷയുടെ വൈവിധ്യമാണ് പൗലോസ് പറയുവാൻ പോകുന്നത്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകിയാൽ അതിൻ്റെ വളർച്ചയ്ക്കാണ് ശുശ്രൂഷ നിയമിച്ചിരിക്കുന്നത്. ശുശ്രൂഷയുടെ ചാലുകൾ വിവിധ കൃപാവരങ്ങളാണ്. ശ്രദ്ധിക്കണം, ശുശ്രൂഷയുടെ ലക്ഷ്യം ശരീരത്തിൻ്റെ ആത്മികാഭിവൃദ്ധിയാണ്. 7-ാം വാക്യം നോക്കിക്കാട്ടെ, 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ദൈവം വിശ്വാസികൾക്ക് ദാനങ്ങളെ അല്ലെങ്കിൽ വരങ്ങളെ നൽകിയിരിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിലും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12 മുതൽ 14 വരെയുള്ള ഭാഗത്തും നാം അത് പ്രത്യേകമായി കാണുന്നുണ്ട്. ആത്മാവിൻ്റെ ഐക്യത കാക്കുന്നതിൽ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതാണെങ്കിലും ഓരോരുത്തരും മറ്റുള്ളവരുടെ തനിപ്പകർപ്പാകുന്നു എന്ന് അതിനർത്ഥമില്ല. ഓരോ വിശ്വാസിക്കും ഓരോ വരം നൽകിയിരിക്കുന്നു. അങ്ങനെ ഓരോ വിശ്വാസിയും വിശ്വാസികളുടെ ശരീരത്തിൽ ഒരു പ്രത്യേക വിധത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്. പൗലോസ് എഴുതുന്നത്, എന്നാൽ ഓരോരുത്തൻ ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഇതിൻ്റെ അർത്ഥം ക്രിസ്തു വിശ്വാസികളുടെ ശരീരമാകുന്ന സഭ പണിയുന്നതിനായി ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വിശ്വാസിയിലൂടെ ചെയ്യുന്നതെന്തോ അതാകുന്നു വരം. വിശ്വാസികളുടെ മൊത്തം പ്രയോജനത്തിനായിട്ടാണ് വരം നൽകിയിരിക്കുന്നത്.
സഭയ്ക്ക് പൊതുപ്രയോജനത്തിനായിട്ടാണ് വരങ്ങൾ നൽകിയിരിക്കുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരാളുടെ സ്വന്തം ആത്മീക വർധനയ്ക്കായി അയാൾക്ക് യാതൊരു വരവും നൽകിയിട്ടില്ല. വ്യക്തിപരമായ ലാഭത്തിനു വേണ്ടി ഒരു വരവും ഉപയോഗിക്കുവാൻ പാടില്ല. വാസ്തവത്തിൽ ഈ പറഞ്ഞതുപോലെ സ്വന്തം കാര്യത്തിനു വേണ്ടി ഏതെങ്കിലും വരം ഉപയോഗിക്കുന്ന പക്ഷം അത് ദൈവത്തിൽ നിന്നും ലഭിച്ച വരമല്ല. ശരീരത്തിലെ ഓരോ അംഗങ്ങൾക്കും വരം നൽകിയിരിക്കുന്ന ഓരോരുത്തരും ശരീരത്തിൽ അവരവരുടെ സ്ഥാനത്ത് വ്യക്തമായ പ്രവർത്തനം നിർവഹിക്കേണ്ടതിനാണ്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ പലരും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം തുറന്നു കഴിഞ്ഞു. അവിടെ പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു എന്ന്. തുറന്നില്ലേ? ശരിയാണ്, അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നാൽ പൗലോസ് അവിടെ പറയുന്നത് സഭ കൂടി വരുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം അന്യോന്യം ആത്മീക വർധന വരുത്തുക എന്നുള്ളതാണ് എന്നത്രേ. ഈ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിൽ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നതിനെക്കുറിച്ച് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് എണ്ണി നോക്കണം. എന്നാൽ സഭയിൽ അന്ന് ചിലർ ആ സത്യത്തെ അവഗണിച്ച് സ്വന്തം ആത്മീക വർധനയ്ക്കെന്ന് അവർ ചിന്തിക്കുന്നതിനെ ചെയ്തിരുന്നത് പൗലോസ് ശാസിക്കുകയാണ് വാസ്തവത്തിൽ 14-ാം അധ്യായത്തിൽ ചെയ്യുന്നത്. അല്ലാതെ സ്വന്തം ആത്മീയ വർധന എന്ന് ചിന്തിച്ച് ആത്മീയ വരത്തെ ദുർവിനിയോഗം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുകയല്ലായിരുന്നു പൗലോസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ കണ്ണുകൾ രണ്ടും എന്നോട് ഇപ്രകാരം പറഞ്ഞെന്നിരിക്കട്ടെ, ഞങ്ങൾക്ക് ഭയങ്കര ഉറക്കം വരുന്നു, ഇന്ന് നിങ്ങളോടൊപ്പം ഇപ്പോൾ എഴുന്നേൽക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് കണ്ണ് രണ്ടും അടഞ്ഞിരുന്നാൽ, അല്ലെങ്കിൽ എൻ്റെ കാലുകൾ എന്നെ ഇന്ന് വീട്ടിൽ നിന്നും ഈ പ്രോഗ്രാം ചെയ്യുവാനായി വഹിച്ചുകൊണ്ട് പോവുകയില്ല എന്ന് പറഞ്ഞ് പണിമുടക്കിയാലത്തെ സ്ഥിതി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എനിക്കെൻ്റെ കണ്ണുകളും കാലുകളും കൈകളും എല്ലാം ആവശ്യമാണ്. എൻ്റെ തലച്ചോറും ആ കാര്യത്തിൽ സഹകരിക്കുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. വാസ്തവത്തിൽ എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഓരോ അവയവവും അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ജോലി ചെയ്യുന്നു. ഓരോ ക്രിസ്തു വിശ്വാസിക്കും വരം നൽകിയിരിക്കുന്നു. അങ്ങനെ ഓരോ വിശ്വാസികളുടെ ശരീരത്തിൽ ഒരു പ്രത്യേക വിധത്തിൽ പ്രവർത്തിക്കുന്നു. അവൻ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ശരീരം, അതെ സഭ, പ്രവർത്തന നിരതമാകുന്നു, സജീവമാകുന്നു. അവിടെയാണ് നാം ആത്മാവിൻ്റെ ഐക്യത കാണുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിലും ശക്തിയിലും ഈ പറഞ്ഞ വരങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ഈ ദാനങ്ങളോടൊപ്പം വരങ്ങളോടൊപ്പം കൃപയും ദൈവം നൽകുന്നു. ഓരോ ക്രിസ്തു വിശ്വാസിയും തൻ്റേതായ വരം പ്രാവർത്തികമാക്കുമ്പോൾ അതൊരു ഐക്യതയുളവാക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അതതിൻ്റെ സ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഇവിടെയും ഉണ്ടാകുന്നു. എന്നാൽ ഒരു അവയവം കഷ്ടമനുഭവിക്കുമ്പോൾ ശരീരം മുഴുവനും അത് അനുഭവിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അതിൻ്റെ അർത്ഥം, പ്രിയ സുഹൃത്തെ, താങ്കളുടെ വരം പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുന്നില്ല എങ്കിൽ താങ്കൾ ഞങ്ങളോടെല്ലാം അന്യായം ചെയ്യുകയാണ്. എല്ലാവരെയും മുഷിപ്പിച്ച് താങ്കൾക്ക് സന്തോഷമായി ജീവിക്കുവാൻ കഴിയുമോ? അതുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവിൻ്റെ വരം മനസ്സിലാക്കണം, അത് ആ രംഗങ്ങളിൽ പ്രാവർത്തികമാക്കണം. ഇനി നമുക്ക് 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരാം. ശ്രദ്ധിച്ചാട്ടെ, 4:8. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. 68-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൻ്റെ ഉദ്ധരണി അത്ര ഇത്. അവിടെ 68-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യനോടും മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. നാം ഇപ്പോൾ വായിച്ച വാക്യവും എഫേസ്യ ലേഖനത്തിലെ വാക്യവും തമ്മിൽ വ്യത്യാസമുള്ളത് വ്യക്തമാണല്ലോ. എഫേസ്യ ലേഖനത്തിൽ അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുമ്പോൾ സങ്കീർത്തനത്തിൽ അവൻ മത്സരികളോട് കാഴ്ച വാങ്ങിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ
ഈ വാക്യത്തിൽ അല്പം വ്യത്യാസം വരുത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സങ്കീർത്തനത്തിൽ കർത്താവായ യേശു മനുഷ്യരോട് കാഴ്ച വാങ്ങിയിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അവന് എല്ലാ വരങ്ങളും തൻ്റെ കൈവശം തയ്യാറായിട്ടുണ്ട്. എന്നിട്ട് അവൻ ഭൂമിയിലേക്ക് വന്നു. അവൻ ഈ ഭൂമിയിലായിരുന്നതിന് ശേഷം പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി. അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ, അതായത് വരങ്ങളെ നൽകുന്നു. പരിശുദ്ധാത്മാവിലൂടെ അവൻ അത് നമുക്ക് നൽകുന്നു. ഇവിടെ തെറ്റുപറ്റിയതാണെന്ന് സമർത്ഥിക്കുന്നവർ ഒരു കാര്യം ഓർക്കണം. ദൈവവചനത്തിൻ്റെ തെറ്റില്ലായ്മയെ കാണിക്കുന്ന വേറൊരു ഭാഗം കൂടിയാണ് ഈ രണ്ട് വാക്യങ്ങൾ. അവൻ ഉയരത്തിൽ കയറി എന്നത് ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെ കാണിക്കുന്നു. ആ സമയത്ത് അവൻ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. അത് പഴയ നിയമത്തിലെ വീണ്ടെടുക്കപ്പെട്ടവരെ ഉദ്ദേശിച്ചുള്ളതാകുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. അവർ മരിച്ചു കഴിഞ്ഞ് പറുദീസയിലേക്ക് പോയി. എന്നാൽ ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഈ വിശ്വാസികളെ അവൻ തന്നോടൊപ്പം പറുദീസയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നൊരു ക്രിസ്തു വിശ്വാസി മരിക്കുമ്പോൾ ആ വ്യക്തി പറുദീസയിലേക്കാണോ പോകുന്നതെന്ന് നമ്മോട് പറയുന്നില്ല. പിന്നെയോ ആ വ്യക്തി ശരീരത്തിൽ നിന്നും വിട്ടുപിരിയുകയും കർത്താവിനോടുകൂടെ ആകുകയും ചെയ്യുന്നു എന്നാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലും ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലും നാം കാണുന്നത്. ഇനി രണ്ടാമതായി, ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെ അർത്ഥം അവൻ ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് ദാനങ്ങളെ നൽകി എന്നത്രേ. തന്മൂലം അവർ ലോകത്തിന് സാക്ഷ്യം വഹിക്കണമെന്നത്രേ ദൈവം ഉദ്ദേശിച്ചത്. തൻ്റെ സ്വർഗാരോഹണത്തിലൂടെ ക്രിസ്തു പഴയ നിയമ വിശുദ്ധന്മാരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിനാൽ തൻ്റെ വരങ്ങളെ അവരിൽ ചൊരിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം വന്ന പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തു വിശ്വാസികളെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് സ്നാനപ്പെടുത്തുകയും അല്ലെങ്കിൽ ഏകീഭവിപ്പിക്കുകയും അല്ലെങ്കിൽ ഒന്നാക്കുകയും അവർക്ക് ഏതാനും വരങ്ങൾ നൽകുകയും ചെയ്തു. അത് ശരീരത്തിൻ്റെ അവയവങ്ങളായി പ്രവർത്തിക്കുവാനായിട്ടാണ് നൽകിയത്. പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും ശരീരത്തിൻ്റെ ഓരോ സ്ഥാനങ്ങളിലാക്കുന്നു. അത് ഓരോ പുതിയ വിശ്വാസിയിലും അവൻ നിർവഹിക്കുന്നു. ഓരോ വ്യക്തിയും കർത്താവിലാകുമ്പോൾ ആ വ്യക്തിയെ സഭയുടെ അവയവം ആക്കി പരിശുദ്ധാത്മാവ് തീർക്കുന്നു. മനസ്സിലായല്ലോ? ഇനി 9-ഉം 10-ഉം വാക്യങ്ങൾ കൂടി നോക്കാം. അപ്പോൾ കുറേ കൂടി നമുക്കിത് വ്യക്തമാകും. 9-ഉം 10-ഉം വാക്യങ്ങൾ. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. ഈ വാക്യങ്ങളുടെ യുക്താനുസരണമായ ഒരു വിശദീകരണം എന്തെന്നാൽ, ക്രിസ്തു ഉയരങ്ങളിലേക്ക് കയറി എന്നതിനാൽ അതിനു മുൻപ് എപ്പോഴെങ്കിലും അവൻ താഴേക്ക് ഇറങ്ങിയിരിക്കണം, ഇല്ലേ? ചിലർ ഇതിൽ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം മാത്രമേ കാണുന്നുള്ളൂ. ആദിമ സഭാപിതാക്കന്മാർ ഇതിൽ പഴയ നിയമ വിശുദ്ധന്മാരെ പറുദീസയിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്ന ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തെയാണ് കണ്ടിരുന്നത്. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ്റെ മരണത്തിന് ശേഷം ഏതെങ്കിലും വിധത്തിലുള്ള യാതനയിലേക്ക് അവൻ ഇറങ്ങി എന്ന അർത്ഥത്തിലല്ല ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഊഹിക്കുന്നത് ശരിയല്ല താനും. അവൻ്റെ മനുഷ്യാവതാരവും മരണവും അവൻ താണിറങ്ങി വരുന്ന അവസ്ഥയായിരുന്നു. പഴയ നിയമത്തിലെ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുവാൻ അനുയോജ്യമായ അവസ്ഥയായിരുന്നു അത്. ഇവിടുത്തെ നിറവ് എന്നത് വിശദീകരിക്കുന്ന ഭാഗം അതത്രേ. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനും മീതെ കയറിയവനുമാകുന്നു എന്ന്. ഈ പറഞ്ഞത് കൂടാതെ വേറെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇതിനുണ്ട് എന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. അതിന് ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ പ്രധാനപ്പെട്ടതായി നാം ചിന്തിച്ചിരിക്കേണ്ടത് ക്രിസ്തു എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് സ്വാഭാവികമായും മനുഷ്യർ ചിന്തിക്കാവുന്നതാണ്. അവൻ ഉയരത്തിൽ കയറി എന്നതുകൊണ്ട് ഭൂമിയിൽ സാത്താനോടുള്ള പോരാട്ടത്തിൽ വിജയിച്ച് അവൻ സ്വർഗത്തിലേക്ക് കയറി എന്നതിനെയാണ് കാണിക്കുന്നത്.
അപ്പോൾ അവൻ അവിടെ എന്താണ് ചെയ്തത്? അവൻ അവിടെ ശത്രുവിൽ നിന്നും പിടിച്ചടക്കിയ സ്വത്ത് അല്ലെങ്കിൽ കൊള്ള മുതൽ തന്നോടൊപ്പം കൊണ്ടുവരുന്നു സ്വർഗത്തിലേക്ക്. അത് തനിക്കുള്ളവർക്ക് ദാനമായി എന്നിട്ട് നൽകുന്നു. എന്തായിരിക്കും ഈ കൊള്ള മുതൽ? ചിന്തിച്ചു നോക്കിക്കാട്ടെ. തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ച മനുഷ്യനിൽ ദൈവം വെച്ചിരുന്ന മഹത്തായ വരങ്ങൾ മനുഷ്യനെ സാത്താൻ വഞ്ചിച്ച് പാപത്തിൽ ബന്ധിച്ചിടുക വഴി അവൻ തട്ടിയെടുത്തു. മനുഷ്യനെ പ്രയോജനമില്ലാത്തവനാക്കി സാത്താൻ തീർത്തു. എന്നാൽ ക്രിസ്തു തൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും കൂടി സാത്താൻ്റെ തല തകർത്ത് ആ മഹത്തായ വരങ്ങളെല്ലാം മോചിപ്പിച്ചു. ദൈവപുത്രൻ വിജയശ്രീലാളിതനായി തൻ്റെ സിംഹാസനത്തിൽ തിരികെ വരുന്നതിൻ്റെ ചിത്രമാകുന്നു ഇത്. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നത് വളരെ ശ്രദ്ധേയമായ അതേസമയം വിചിത്രമായ ഒരു പ്രയോഗമാകുന്നു. അത് മനസ്സിലാക്കിയിരിക്കുന്ന ഒരുപാട് പ്രയോജനം ചെയ്യും. ബൈബിളിൽ ഈ പ്രയോഗം വേറെ 4 സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. 63-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യത്തിൽ അത് വധശിക്ഷയിലൂടെ ഉള്ള മരണത്തെ കുറിക്കുന്നതാണ്. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിൽ അത് യോന കടലാനയുടെ വയറ്റിൽ ഇരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 23-ാം വാക്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഭൂമിയെ കാണിക്കുന്നതിന് ഈ പ്രയോഗം ഉപയോഗിക്കുന്നു. ഇനിയും 139-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ ഒരു കുട്ടി അമ്മയുടെ ഗർഭത്തിൽ എന്നത് കാണിക്കുന്നതിന് വേണ്ടി ഈ പദം അല്ലെങ്കിൽ ഈ പ്രയോഗം ഉപയോഗിക്കുന്നു. ഇനിയും യേശുവുമായുള്ള ബന്ധത്തിൽ ഈ പറഞ്ഞ 4ഉം ചേർത്ത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവൻ ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ രൂപപ്പെട്ടു. അവൻ ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ ജീവിച്ചു. അവനെ വധശിക്ഷയിലൂടെ കൊന്നുകളഞ്ഞു. അവനെ ഒരു കല്ലറയ്ക്കുള്ളിൽ 3 രാവും 3 പകലും അടക്കി വെച്ചു. എന്താണ് ഇതെല്ലാം പറയുന്നത്? നിങ്ങൾക്കും എനിക്കും വരം നൽകുവാൻ, ദാനങ്ങൾ നൽകുവാൻ, അനുഗ്രഹങ്ങൾ നൽകുവാൻ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മഹത്തായ ദാനങ്ങളെ തിരികെ നൽകുവാൻ ക്രിസ്തു നൽകിയ വില നാം അറിയണം. അവിടെ നിന്ന് ഇറങ്ങി വന്ന് കഷ്ടം സഹിച്ച് വിജയാളിയായി പോയതുകൊണ്ടാണ് നമുക്ക് ഈ അതിമഹത്തായ ദാനങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയുന്നത്. അവിടുന്ന് കയറിപ്പോയി. അവൻ്റെ ദാനങ്ങളെ തന്നതിന് കാരണം അവിടുന്ന് ഇറങ്ങി വന്ന് യുദ്ധം വിജയിച്ചു എന്നതത്രേ. ആയതിനാൽ നമുക്കുള്ള ആത്മീയ വരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് പിൻപിൽ ക്രിസ്തു നൽകിയ വലിയ വില നാം മറന്നു പോകരുത്. പലരും ഇത് വളരെ ലാഘവത്തോടെ എടുക്കാറുണ്ട്. ഈ മഹത്തായ ദാനങ്ങൾ വലിയൊരു ഉത്തരവാദിത്വം നിറവേറ്റുവാൻ നമുക്ക് ദൈവം നൽകിയതാണ്. ആ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചാണ് നാം അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കുവാൻ പോകുന്നത്. ആ ഭാഗം വായിച്ച് ധ്യാനിച്ചാട്ടെ. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത മഹത്തായ അനുഗ്രഹങ്ങൾ, വരങ്ങൾ, ദാനങ്ങൾ അത് വെറുതെ തന്നതല്ല. നാം അവനിൽ വിശ്വസിച്ചപ്പോൾ നാം പ്രയോജനമുള്ളവരായി തീരുവാൻ അവൻ ഒരുക്കി വെച്ചതാണ്. അത് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് നമുക്ക് പഠിക്കണം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. എത്ര മനോഹരമായിട്ടാണ് ദൈവം തൻ്റെ സഭയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരീരം ഒന്നായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ വിവിധ അവയവങ്ങളുടെ വൈവിധ്യം ആ ശരീരത്തെ മനോഹരമാക്കുന്നത് പോലെ സഭ ക്രിസ്തുവാകുന്ന തലയോട് ചേർന്നും തലയ്ക്ക് കീഴ്പ്പെട്ടും ഇരിക്കുമ്പോൾ സഭ മനോഹരവും പ്രയോജനവുമുള്ളതുമായിത്തീരുന്നു. ദൈവത്തിൻ്റെ ദൃശ്യമായ ശരീരമാണ് സഭ, അഥവാ ദൈവത്തിന് ഭൂമിയിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു മുഖാന്തരമാണ് സഭ. സഭയുടെ അംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വരങ്ങൾ ഉപയോഗിച്ചാണ് ഇത് പ്രാവർത്തിക പദത്തിലേക്ക് എത്തിക്കേണ്ടത്. നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ ശരീരമായിരിക്കുന്ന സഭയുടെ ഭാഗമാണോ നാം? ആണെങ്കിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്തെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ പഠനം എത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനപ്രദം ആകുന്നുണ്ടെന്നറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.
അവ ഞങ്ങളെ അറിയിച്ചാലും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.